हम तो रखते हैं मुसलमानों का दीन, दिल से है खुदा में ख़त्मुल मुरसलीन, दिल से है खुदा में ख़त्मुल मुरसलीन, ख़त्मुल मुरसलीन। ഔദുബില്ലാഹിമിനശ്ശൈത്താനിർറജീം ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പ്രിയ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ പ്രേക്ഷകരെ, ഇന്ന് 24 ജനുവരി 2026 ഇന്ത്യയിൽ ഇപ്പോൾ രാത്രി 10 മണിയാണ്. GMTയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 4:30 മണിയാണ്. പ്രിയ പ്രേക്ഷകരെ, ഇത് രാഹുദയുടെ സമയമാണ്. ഖാദിയാൻ ദാറുൽ അമാൽ എന്നുകൊണ്ട് ലൈവ് ഡിസ്കഷൻ പ്രോഗ്രാം രാഹുദയുടെ 4 എപ്പിസോഡുള്ള ഒരു സീരീസുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഈ സീരീസിലെ 2ാമത്തെ എപ്പിസോഡാണ്. ഈ മുഴുവൻ സീരീസിലും നാം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മിർസ ഗുലാം അഹ്മദ് ഖാദിയാൻ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥം ഹഖീഖത്തുൽ വഹി എന്നതിനെ സംബന്ധിച്ചായിരിക്കും സംസാരിക്കുക. പ്രിയ പ്രേക്ഷകർ അറിയുന്ന പോലെ രാഹുദ ലൈവ് ആയോടൊപ്പം തന്നെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള പരിപാടിയാണ്. പ്രിയ പ്രേക്ഷകർ തങ്ങളുടെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമുമായി കൊണ്ട് ബന്ധപ്പെടാവുന്നതാണ്. സ്റ്റുഡിയോയിലുള്ള പണ്ഡിതന്മാരുടെ പാനലിൽ വെച്ചുകൊണ്ട് ആ ചോദ്യങ്ങൾക്ക് ഈ പ്രോഗ്രാമിലൂടെ തന്നെ നമ്മുടെ പണ്ഡിതന്മാർ അതിനുള്ള ഉത്തരം നൽകുന്നതായിരിക്കും. ബന്ധപ്പെടാവുന്നതിന് വേണ്ടിയിട്ട് ടെലിവിഷൻ സ്ക്രീനിൽ കാണിക്കുന്ന ഡീറ്റെയിൽസ് മുഖാന്തരം നമ്മുമായി ബന്ധപ്പെടാവുന്നതാണ്. ടെലിഫോൺ ലൈൻസ് മുഖാന്തരവും ടെക്സ്റ്റ് മെസ്സേജ് മുഖാന്തരവും ഫാക്സ് മെസ്സേജ് മുഖാന്തരവും ഇമെയിൽ മുഖാന്തരവും ബന്ധപ്പെടാവുന്നതാണ്. വിനീതരോടൊപ്പം ഇന്ന് നമ്മോടൊപ്പം സംസാരിക്കുന്നത് ഞാൻ അവരെ ആദ്യം ക്ഷണിക്കുകയാണ്. ഹമീദ് കൗസർ സാഹിബ്, ബഹുമാനപ്പെട്ട അതാവുൽ മുജീബ് ലോൺ സാഹിബ്, ഞാൻ രണ്ടുപേരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയ പ്രേക്ഷകരെ, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പൂർത്തിയാക്കപ്പെട്ട പ്രവചനങ്ങളുടെ കണക്ക് നാം എടുക്കുകയാണെങ്കിൽ 10 ലക്ഷത്തിൽ പരം പ്രവചനങ്ങൾ അവിടുത്തേത് പുലർന്നിരിക്കുന്നു. എന്ന് ഈ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന അടയാളങ്ങളിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാമിൻ്റെ അള്ളാഹു മസീഹ് വസ്സലാമിനെ സഹായിച്ചതിനെ സംബന്ധിച്ചും ജമാഅത്തിൻ്റെ പുരോഗതിയെ സംബന്ധിച്ചും ലക്ഷക്കണക്കിന് ആൾക്കാർ ജമാഅത്തിൽ പ്രവേശിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ചും ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സ്നേഹം അള്ളാഹു ഇട്ടുകൊടുക്കും എന്നുള്ളതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ശത്രുക്കളുടെ ശത്രുതയിൽ നിന്നും അവരുടെ ശത്രുതയിൽ നിന്നും സംരക്ഷിക്കുന്നതിനെ സംബന്ധിച്ചും എല്ലാം പ്രവചനങ്ങളുണ്ട്. ഈ ഒരു പ്രവചനങ്ങളുടെ പൂർത്തിയാകുന്ന ആ ഒരു ശൃംഖല അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും എല്ലാ രാജ്യത്തും അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. നാം അത് കാണുന്നു. ഞാൻ ഈ എപ്പിസോഡിലെ ആദ്യത്തെ ചോദ്യം ഹമീദ് കൗസർ സാഹിബിനോട് ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു, എനിക്ക് ഈ നിഅമത്ത് ഒരിക്കലും ലഭിക്കുമില്ലായിരുന്നു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിന്തുടർന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് അള്ളാഹു ഈ നിഅമത്ത് നൽകുമായിരുന്നില്ല. ഈ ഒരു ഉദ്ധരണിയെ സംബന്ധിച്ച് എന്താണ് ഇതിൻ്റെ വിശദീകരണം? ജസാക്കുമുല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്തല്ല പല സ്ഥലങ്ങളിലായിട്ട് വ്യക്തമാക്കിയിരിക്കുന്നു, ഞാൻ സയ്യിദന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിന്തുടർന്നില്ലായിരുന്നെങ്കിൽ, ആ അധ്യാപനങ്ങളെ ഞാൻ പിന്തുടർന്നില്ല അല്ലെങ്കിൽ എൻ്റെ കർമ്മങ്ങൾ അത് പർവ്വതം തുല്യമായിരുന്നാലും ഞാൻ
അള്ളാഹുവുമായിട്ട് ഒരിക്കലും എനിക്ക് സംസാരിക്കാൻ ആകില്ല എന്ന്. അതോടൊപ്പം തന്നെ ഹഖീഖത്തുൽ വഹിയിൽ ഇവിടെ പറയുകയുണ്ടായി, അവിടെ ഒരു ആയത്തിനെ ഉദ്ധരിക്കുകയുണ്ടായി. അത് ഖുൽ ഇൻ കുൻതും തുഹിബ്ബുന അല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ പറയുക, വിളംബരപ്പെടുത്തുക, ഇൻ കുൻതും തുഹിബ്ബുന അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, എന്നെ പിന്തുടരുക, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിന്തുടരുക. അതിൻ്റെ ഫലമെന്തായിരിക്കും? യുഹിബ്ബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നതായിരിക്കും. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇങ്ങനെയുള്ള ആയത്തുകൾ അവർ പറയുകയുണ്ടായി. നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞ ആയത്തുകൾ അഭിസംബോധന ചെയ്തുകൊണ്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്തേക്ക് മാത്രമാണെന്ന് അവർ പറയുന്നു. പക്ഷെ അപ്പോൾ അവർ ചോദ്യം ഉന്നയിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷം, വഫാത്തിന് ശേഷം പിന്നെ എങ്ങനെയാണ് ഈ ആയത്ത് പൂർത്തിയാവുക? ഏകദേശം മുസ്ലിങ്ങളും ഇതേ ആക്ഷേപം തന്നെ ഉന്നയിക്കുന്നു. അവർ പറയുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം അള്ളാഹു ആരോടും സംസാരിക്കുകയില്ല, കേൾക്കുകയില്ല, സംസാരിക്കുകയുമില്ല, ഇൽഹാം ചെയ്യുകയുമില്ല. ഏകദേശം അവർ പറയുന്ന രീതിയിൽ തന്നെ ചില മുസ്ലിങ്ങളും പറയുന്നു. 1300 വർഷങ്ങൾക്ക് ശേഷം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ആക്ഷേപത്തിന് ശക്തമായ രീതിയിൽ അതിന് ഉത്തരം നൽകുകയുണ്ടായി. അവിടുന്ന് പറയുകയുണ്ടായി, ഞാൻ എന്തൊക്കെയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്, എന്നോട് അള്ളാഹു സംസാരിക്കുന്നു, എന്നെ അഭിസംബോധന ചെയ്യുന്നു, അള്ളാഹുന്നു എനിക്ക് പ്രവചനങ്ങളും നൽകുന്നു, വിശുദ്ധ ഖുർആനിലെ അറിവ് എനിക്ക് നൽകുന്നു, അടയാളങ്ങളും അവൻ എനിക്ക് കാണിക്കുന്നു. ഇതെല്ലാം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നുകൊണ്ടാണ് എനിക്ക് ലഭിച്ചത്. ഞാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ സ്ഥാനം ഒരിക്കലും ലഭിക്കുമായിരുന്നില്ല. വളരെ വ്യക്തമായിക്കൊണ്ട് അവിടുന്ന് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വ്യക്തമായിട്ട് പറയുന്നു. പക്ഷേ കഷ്ടമെന്ന് പറയട്ടെ, ഈ മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്നവർ എന്നിട്ടും ഹസ്രത്ത് മസീഹ് മൗഊദ് വസ്സലാമിനെ എതിർക്കുന്നു, ഹസ്രത്ത് മസീഹ് മൗഊദ് വസ്സലാമിനെ പരിഹസിക്കുന്നു. പക്ഷേ ഈ ഒരു സ്ഥാനം ഇത് ലഭിച്ചിരിക്കുന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടരുന്ന കാരണമായിട്ടാണ്. 3 വർഷങ്ങൾ പല പണ്ഡിതന്മാർ കടന്നു പോയിരിക്കുന്നു. എല്ലാവരും എത്രത്തോളം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിന്തുടർന്നോ അത്രയധികം, എത്രത്തോളം അവർക്ക് ആ ഒരു സ്നേഹം ഉണ്ടായിരുന്നു, അത്രയധികം നബി തിരുമേനി അള്ളാഹുവിൻ്റെ ആ സ്നേഹം അവർക്ക് ലഭിക്കുകയുണ്ടായി. ഉമ്മത്തി റസൂൽ എന്നുള്ള ആ ഒരു സ്ഥാനം അത് വെറും നബി തിരുമേനി ഹസ്രത്ത് മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാമിന് മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ കാര്യം ഓർക്കണം. പിന്തുടരുക എന്നുള്ള കാര്യം എങ്ങനെയായിരിക്കണം എങ്ങനെയാണ് പിന്തുടരേണ്ടത്? അത് സ്വീകരിക്കേണ്ടത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അള്ളാഹു ആൾക്കാരുടെ കൂറനുസരിച്ചുകൊണ്ട് അവരുടെ നിയത്ത് അനുസരിച്ചുകൊണ്ട് യുഹിബ്ബുക്കുമുല്ലാഹ് എന്നുള്ള ഒരു വാഗ്ദാനം അവൻ പൂർത്തിയാക്കുന്നു. അതായത് ഇങ്ങനെ പറയുന്നത് ഇന്ന വ്യക്തിയാണ് ഔലിയാഉല്ലാഹ് എന്ന് നമ്മൾ പറഞ്ഞാൽ അത് ആവുകയില്ല. അത് മനുഷ്യന്മാരല്ല തിരഞ്ഞെടുക്കേണ്ടത്, അള്ളാഹുവാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഹസ്രത്ത് മസീഹ് വസ്സലാം 3 വർഷം ശേഷം വന്നുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ യഥാർത്ഥ സ്ഥാനം അത് ലോകത്തിന് മുമ്പിൽ വെക്കുകയുണ്ടായി, തൻ്റെ അസ്തിത്വം കാണിക്കുകയുണ്ടായി, പറയുകയുണ്ടായി, ഞാൻ പേഷ്വാ ഹമാര ജിസ്സേ നൂർ സാര, ആ എല്ലാ പ്രകാശവുമുള്ള ആ നേതാവ് നമ്മുടേത് അത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. ആ പ്രകാശത്തിൽ ലീനനായിരിക്കുകയാണെന്ന് അവിടുന്ന് പറയുകയുണ്ടായി. ആ പ്രകാശത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാനുള്ളത്. അദ്ദേഹമാണ് എല്ലാതും, ഞാൻ എന്താണ് എന്ന് പറയുകയുണ്ടായി. ഞാൻ എന്തെല്ലാമാണ് കരസ്ഥമാക്കിയത് അത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ചോദ്യം ഇതാണ്, യുഹിബ്ബുക്കുമുല്ലാഹ് എന്നുള്ള വാഗ്ദാനം അത് ഹസ്രത്ത് മസീഹ് വസ്സലാം എങ്ങനെ അത് പൂർത്തിയാക്കിയെന്ന് നോക്കുക.
ഒരു വലിയ ചോദ്യമാണിത്. ഹസ്രത്ത് മസീഹ് ഇസ്ലാം ഇതിൻ്റെ പല നിലവാരങ്ങൾ പറയുകയുണ്ടായി. ഇതെല്ലാം വ്യക്തമായി പറയുക എന്നുള്ളത് ഇതിന് സമയമില്ല. ഹസ്രത്ത് മസീഹ് ഇസ്ലാം അതിന് വിളംബരപ്പെടുത്തുകയുണ്ടായി. ഞാൻ എന്ത് സ്ഥാനമാണ് എനിക്ക് ലഭിച്ചത്, അത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നുകൊണ്ടാണ്, അനുസരിച്ചത് കൊണ്ടാണ്. അത് ഫലമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സ്നേഹം എനിക്ക് ലഭിച്ചിരിക്കുന്നു. അള്ളാഹു എന്നോട് സംസാരിച്ചിരിക്കുന്നു, എന്നോട് ഇൽഹാം ചെയ്തിരിക്കുന്നു, എന്നെ ഉമ്മത്തി നബിയായിരിക്കുന്നു, ഇന്നെ ഉമ്മത്തി റസൂലാക്കിയിരിക്കുന്നു, ഇന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ രണ്ടാം വരവായിട്ട് പുനരാഗ്രഹമായിട്ട് എന്നെ അള്ളാഹു അയച്ചിരിക്കുന്നു. വാഖിരീന മിൻഹും ലമ്മ യൽഹഖു എന്നുള്ള ആയത്തിൽ എന്നുള്ള പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ അയച്ചിരിക്കുന്നു. അവിടുന്ന് പറയുന്നു, എൻ്റെ അള്ളാഹു ആകാശഭൂമിയുടെ ദൈവമായിട്ടുള്ള എൻ്റെ റബ്ബ്, ഞാൻ അവനെ ആണയിട്ട് പറയുന്നു, ഞാൻ അവനിൽ നിന്നാണ് ഈ സ്ഥാനം എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അത് അവനിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്, ലഭ്യമായത്. അവൻ്റെ അടയാളങ്ങളുമായിട്ട് എൻ്റെ സത്യത്തെ തെളിയിക്കുന്നു. ആകാശീയ ലക്ഷണങ്ങളിൽ, അടയാളങ്ങളിൽ ആരെങ്കിലും എന്നെ എതിർക്കാൻ അല്ലെങ്കിൽ അതിനെതിരെ അടയാളങ്ങൾ കൊണ്ടുവരാൻ സാധ്യമെങ്കിൽ ഞാൻ കള്ളവാദിയാണ് എന്ന് പറയുകയുണ്ടായി. ഞാൻ കള്ളവാദിയാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് മത്സരിക്കുക, നിങ്ങൾ അടയാളങ്ങളിൽ എന്നോട് മത്സരിക്കുക. ദുആ സ്വീകരിക്കുന്ന കാര്യത്തിൽ ആരെങ്കിലും എന്നോട് മത്സരിക്കുകയാണെങ്കിൽ ഞാൻ കള്ളവാദിയാണ് എന്ന് പറയുകയുണ്ടായി. അവിടുന്ന് ദുആ ചെയ്യുന്നു, നിങ്ങൾ മനസ്സിലാക്കുകയാണ് ഈ വാഗ്ദാനങ്ങൾ യുഹബ്ബുക്കുമുല്ലാ എന്നുള്ള ഈ വാഗ്ദാനം എന്നിൽ പൂർത്തിയാവുന്നില്ല എങ്കിൽ നിങ്ങൾ വരിക, എന്നോട് മത്സരിക്കുക എന്നവിടുന്ന് പറയുകയുണ്ടായി. നിങ്ങളുടെ ദുആ കൂടുതൽ സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ കള്ളവാദിയാണ്. ദുആയുടെ സ്വീകാര്യതയുടെ കാര്യത്തിൽ ആരെങ്കിലും എനിക്ക് തുല്യനാണെങ്കിൽ, ശുദ്ധ ഖുർആന്റെ അറിവുകൾ അത് പറഞ്ഞു തരുന്നതിൽ എന്നോട് തുല്യനാണെങ്കിൽ ആരെങ്കിലും, അള്ളാഹുവിൻ്റെ ഭാഗത്ത് കിട്ടുന്ന ഒരു പ്രത്യേക അറിവുകൾ, ജ്ഞാനങ്ങൾ, ആ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ എന്നോട് ആരെങ്കിലും തുല്യനായിട്ടുണ്ടെങ്കിൽ വരിക, അങ്ങനെയാണെങ്കിൽ ഞാൻ കള്ളവാദിയാണെന്ന്. അപ്പോൾ ഇതാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിന്തുടർന്നുകൊണ്ട് കിട്ടുന്ന ഫലങ്ങൾ. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ തന്നെ എല്ലാ ഖുലഫാക്കളും പിന്നീട് വന്നിട്ടുള്ള ഇപ്പോഴത്തെ നമ്മുടെ ഖലീഫ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അൽ ഖാമിസ് നസ്റുല്ലാഹു നസ്റൻ അസീസ, ജമാഅത്ത് അംഗങ്ങളോട് അള്ളാഹുവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവർ വളരെയധികം പരിശ്രമിക്കുന്നു. വളരെ അധികം നല്ല രീതിയിൽ ഹുസൂർ ഉപദേശിക്കുന്നു നമ്മോട്. ഇന്നലെ നമ്മോട് ഖുത്ബയിൽ ഹുസൂർ തിരുമനസ് പറഞ്ഞു തരികയുണ്ടായി എങ്ങനെ ഒരു വ്യക്തിയെ അള്ളാഹുമായിട്ട് എങ്ങനെ ബന്ധം സ്ഥാപിക്കാമെന്നുള്ളത്. ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ഉദ്ധരണികൾ കേൾപ്പിക്കുകയുണ്ടായി, ഉപദേശങ്ങൾ കേൾപ്പിക്കുകയുണ്ടായി. മനുഷ്യൻ്റെ ഹൃദയത്തിൽ അത് ഇറങ്ങിച്ചെല്ലുന്നു. ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ വാക്കുകളാണത്. ഹുസൂർ അയ്യുല്ലാഹു തആല അൻഹു അത് വായിച്ചു കേൾപ്പിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്ക് അനുഭവപ്പെടുന്നത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം തന്നെയാണ് നമ്മോട് സംസാരിക്കുന്നതെന്ന് നമുക്ക് തോന്നും. ഹുസൂർ തിരുമനസ് പറയുന്നത് അത് ഫലമായിക്കൊണ്ട് ഒരു വലിയൊരു പ്രഭാവം ജമാഅത്തിലുണ്ടാവുന്നു. ഹസ്രത്ത് മസീഹ് ഇസ്ലാം പറയുകയുണ്ടായി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുമെന്ന് പറയുകയുണ്ടായി. അവിടുന്ന് ലോകത്തിന് മുന്നിൽ ഇത് വെച്ച് കാണിക്കുകയുണ്ടായി. ഇന്ന് ജമാഅത്ത് അഹമ്മദിയ 200-ൽ പരം രാജ്യങ്ങളിലുണ്ട്. ഹദ്റത്ത് മസീഹ് ഇസ്ലാം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടർന്നുകൊണ്ട് യുഹബ്ബുക്കുമുല്ലാ എന്നുള്ള സ്ഥാനം ലഭിക്കുകയുണ്ടായി അവിടുന്ന്. അത് മാത്രമല്ല, ലക്ഷക്കണക്കിന് അഹമ്മദികൾക്ക് ആ സ്ഥാനം നൽകുകയുണ്ടായി. അള്ളാഹുവിൻ്റെ വലിയ രൂഢമൂലമായിട്ടുള്ള ഒരു സ്നേഹം അത് ജനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുകയുണ്ടായി ഹദ്റത്ത് മസീഹ് ഇസ്ലാം. അള്ളാഹുവിൻ്റെ ആ ഒരു സ്നേഹം
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിന്തുടർന്നുകൊണ്ട് ലഭ്യമാവുന്ന ഒരു സ്നേഹം അത് ജനഹൃദയങ്ങളിൽ ഉണ്ടാക്കുകയുണ്ടായി. അവിടുന്ന് പറയുകയുണ്ടായി, നിങ്ങൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിന്തുടരുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കുമെന്ന്. ഒരു അധ്യാപകനാണ്, നോക്കുക, ഒരു അധ്യാപകൻ്റെ കഴിവ് എന്നുള്ളത് സ്വന്തം അറിവ് കരസ്ഥമാക്കുക എന്നുള്ള കാര്യം മാത്രമല്ല, പക്ഷേ യഥാർത്ഥ കഴിവ് എന്നുള്ളത് അങ്ങനെയുള്ള ശിഷ്യന്മാരാക്കി ഉണ്ടാക്കുക. അദ്ദേഹത്തിന് അറിയുന്ന പോലെ ഉള്ള കഴിവുള്ള ശിഷ്യന്മാരെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ ഒരു അധ്യാപകൻ്റെ കഴിവ്. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ അധ്യാപകനാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിന്തുടർന്നോടെ ഒരു വ്യക്തിക്ക് നബുവത്തിൻ്റെ മഖാമ് ലഭിക്കുക എന്നുള്ളതാണ് വലിയ സ്ഥാനം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഔന്നത്യം. ഹസ്രത്ത് മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങൾ നോക്കുക, ഹസ്രത്ത് മസീഹ് ഇസ്ലാം അവിടുന്ന് ഉമ്മത്തി നബിയാണ്. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അള്ളാഹുവിൻ്റെ ഒരു സ്നേഹം അത് ഉണ്ടാക്കിയുണ്ടായി. എന്നിട്ട് പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്ത് എത്തുന്നതാണെന്ന്. ഇതാണ് യഥാർത്ഥ സ്നേഹം. ഇതാണ് ഈ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം. അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി ലഭ്യമാവുക എന്നുള്ളതാണ്, അവൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുക. ഇത് ഈ കാലഘട്ടത്തിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമാണ് നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നത്. മറ്റാരും പഠിപ്പിച്ചു തന്നിട്ടില്ല. മറ്റെല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുകയാണ്. ഏതുവരെന്നാൽ ഈ മുസ്ലിങ്ങൾ അള്ളാഹുവിൽ നിന്ന് കണ്ട് വിദൂരപ്പെടുത്തിക്കൊണ്ട് ഖബറുകളിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി മുസ്ലിങ്ങളെ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിന്തുടർന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് ആരെയും എത്തിച്ചില്ല അവർ. ഇത് വെറും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമാണ് ഈ കാലഘട്ടത്തിൽ ചെയ്തിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ അള്ളാഹുവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇത് ഹസ്രത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തിയാണ്. അതിൻ്റെ ചെറിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. 3 ലക്ഷത്തിൽ പരം അടയാളങ്ങൾ ഈ ഒരു ഗ്രന്ഥത്തിൽ അതിൽ പറഞ്ഞിരിക്കുന്നു. ജസാക്കുമുല്ലാ. പ്രിയ പ്രേക്ഷകരെ, ഒരു ടെലിഫോൺ കോളർ ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബംഗ്ലാദേശിൽ നിന്ന് ആരിഫ് സമാൻ സാഹിബ് ഉണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ചോദ്യം കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആരിഫ് സമാൻ സാഹിബ്, അസ്സലാമു അലൈക്കും. वालेकुम अस्सलाम. എൻ്റെ ചോദ്യം ഇതാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം വിശുദ്ധ ഖുർആൻ്റെ തർജ്ജമയോ തഫ്സീറോ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്താണ്? ഞാൻ അത്താൽ മുജീബ് ലോൺസാനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജസാക്കുമുല്ലാഹു ഹസ്നൽ ജസാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹസ്രത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു, യുഅല്ലിമുൽ കിതാബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഗ്രന്ഥം പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. സൂറ ജുമയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പുനരാഗമനത്തെ സംബന്ധിച്ച് പ്രവചനം അല്ലാഹു ചെയ്തിരിക്കുന്നു. അതായത് വരാനിരിക്കുന്ന മഹദി മസീഹ് അദ്ദേഹത്തിൻ്റെ ജോലിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പാതയെ പിന്തുടരുക എന്നുള്ളതാണ്. ലോകത്ത് വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങളെ വിവരിക്കുക, പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ വരവിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ജോലി എന്നുള്ളത് ശരീഅത്ത് നിലനിർത്തുകയും ഗ്രന്ഥം അത് പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഹസ്രത്ത് മസീഹ് ഇസ്ലാമിൻ്റെ. ശരീഅത്ത് ഖിയാം ഇഹ്യാ ദീൻ എന്നുള്ള ഇൽഹാമും അവിടെ നിന്ന് ഉണ്ടാകുകയുണ്ടായി. അതായത് ഹസ്രത്ത് മസീഹ് ഇസ്ലാമിൻ്റെ വരവിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഉദ്ദേശങ്ങളിലൊന്നും ഇതാണ്. അവിടെ നിന്ന് സ്വന്തം ജീവിതത്തിൽ 80-ൽ പരം ഗ്രന്ഥങ്ങൾ എഴുതുകയുണ്ടായി.
അതുപോലെ തന്നെ മൽഫുസാത്തുകളുണ്ട്, പല പരസ്യങ്ങളുമുണ്ട്. ഇതെല്ലാം വിശുദ്ധ ഖുർആൻ്റെ തഫ്സീർ തന്നെയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു വജാഹിദ് ബിഹി ജിഹാദൻ കബീറ, വിശുദ്ധ ഖുർആൻ്റെ മുഖാന്തരം വലിയ ജിഹാദ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഈ ജിഹാദിലാണ് ഹദറത്ത് മസീഹ് ഇസ്ലാം സ്വന്തം ജീവിതം കഴിച്ചു കൂട്ടിയത്. ഈ ജിഹാദിലാണ്. അവിടുത്തെ എല്ലാ ഗ്രന്ഥങ്ങൾ അത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ്റെ തഫ്സീർ തന്നെയാണ്. തഫ്സീർ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അത് ബറാഹിൻ അഹമ്മദി എന്നുള്ള വാക്ക്, ആയിന കമാലത്ത് ഇസ്ലാം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹക്കീഖത്തുൽ വഹി എന്ന് എഴുതി, തരിയാക്കുൽ കുലൂബ് എന്ന് എഴുതിയിരിക്കുന്നു. ഇസ്ലാമി ഉസൂൽ കി ഫിലാസഫി എന്നൊക്കെ ഗ്രന്ഥത്തിൻ്റെ പേര് അങ്ങനെയൊക്കെയാണ്. പക്ഷേ അതിൽ തഫ്സീർ ഇല്ല എന്നല്ല അർത്ഥം. ഹദറത്ത് മസീഹ് ഇസ്ലാമിൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളും വിശുദ്ധ ഖുർആൻ്റെ തഫ്സീറാണ്. അവിടുന്ന് തൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളും വിശുദ്ധ ഖുർആൻ്റെ അറിവുകളും മാരിഫുകളുമാണ് വിവരിച്ചിരിക്കുന്നത്. ഇതാണ് ഹദറത്ത് മസീഹ് ഇസ്ലാമിൻ്റെ വരവിൻ്റെ ഉദ്ദേശവും. അതിന് ഒരു ഹദറത്ത് മസീഹ് ഇസ്ലാം തഫ്സീറായിട്ട് മറ്റൊരു ഗ്രന്ഥം എഴുതിയിരിക്കുന്നു. ഏജാസുൽ മസീഹ് എന്നാണ് അതിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേര്. ഇത് അറബി ഭാഷയിലാണ് എഴുതിയത്. പീർ മെഹർ അലി ഷാക്ക് ചലഞ്ച് ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ്റെ തഫ്സീർ എഴുതിയിരിക്കുന്നു മസീഹ് ഇസ്ലാം. അതാണ് ഈ ഏജാസുൽ മസീഹ് എന്നുള്ള ഗ്രന്ഥം. അപ്പോൾ മസീഹ് ഇസ്ലാം വിശുദ്ധ ഖുർആൻ്റെ സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീർ ചെയ്തുകൊണ്ട് അറബി ഭാഷയിൽ എഴുതിയ ഗ്രന്ഥമാണ് ഏജാസുൽ മസീഹ്. അത് അറബി ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. വളരെ ആരിഫാന, വളരെ വിശുദ്ധ ഖുർആൻ്റെ അറിവുകൾ ഇതിലുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ കാര്യം ഇതാണ്, തഫ്സീർ എന്നുള്ള വാക്ക് ഇല്ലെങ്കിലും അതില്ല എന്നുള്ളതിൻ്റെ അർത്ഥം തഫ്സീർ ഇല്ല എന്നല്ല. വിശുദ്ധ ഖുർആൻ അവിടുത്തെ മുഴുവൻ ഗ്രന്ഥങ്ങളും ഉൾച്ചുരുക്കവും, ജീവിതത്തിൻ്റെ മുഴുവൻ ഉൾച്ചുരുക്കവും വിശുദ്ധ ഖുർആൻ തന്നെയാണ്. വിശുദ്ധ ഖുർആൻ്റെ തന്നെ അറിവുകളാണ് ഈ എല്ലാ ഗ്രന്ഥങ്ങളും ഉള്ളത്. അതിനുശേഷം ജമാഅത്ത്, ഹദറത്ത് മസീഹ് ഇസ്ലാം ഏതെങ്കിലും ആയത്തിൻ്റെ വിശദീകരണം പറഞ്ഞിട്ട് ഉള്ള എല്ലാ ആയത്തുകളും അതിൻ്റെ വിശദീകരണങ്ങളും അതിനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു ഗ്രന്ഥരൂപത്തിൽ അതിനെ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുകയുണ്ടായി പിൽക്കാലത്ത്. അതിനെ തഫ്സീർ ഹദറത്ത് മസീഹ് ഇസ്ലാം എന്നാണ് അന്നേരം പറയുന്നത്. അതുകൂടാതെ തന്നെ നാം നോക്കുകയാണെങ്കിൽ മസീഹ് ഇസ്ലാമിൻ്റെ മുഴുവൻ ഗ്രന്ഥവും തഫ്സീർ തന്നെയാണ് യഥാർത്ഥത്തിൽ. ഹദറത്ത് മസീഹ് ഇസ്ലാം ലോകത്തിന് മുന്നേ അത് സമർപ്പിക്കുകയുണ്ടായി. ഇങ്ങനെയൊരു സംശയം ഉണ്ടാകുക എന്നുള്ളത് ശരിയല്ല. ഹദറത്ത് മസീഹ് ഇസ്ലാം തഫ്സീർ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ മസീഹ് ഇസ്ലാമിൻ്റെ എല്ലാ ഗ്രന്ഥവും തഫ്സീർ തന്നെയാണ്. ആരിഫ് സഹ്മാനുമായി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ചോദ്യം നമുക്ക് വന്നിട്ടുണ്ട്. ബംഗ്ലാദേശിൽ നിന്ന് ആരിഫ് സഹ്മാൻ സാഹിബിൻ്റെ ചോദ്യമാണ്. അദ്ദേഹം മേലയച്ചതാണ്. വഹി മറ്റു മതങ്ങൾക്കും വരുന്നുണ്ടല്ലോ, പിന്നെ വിശ്വാസികളുമായി എങ്ങനെയാണ് ഇത് വ്യക്തമാക്കുന്നത്? മുത്തറ മൗലാന അമീസ് കൗസർ സാഹിബിനോട് ചോദ്യം ചോദിക്കുകയാണ്. വഹി മറ്റു മതക്കാർക്ക് വരാറില്ല. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഹഖീഖത്തുൽ വഹിയിൽ പറഞ്ഞിരിക്കുന്നു, ചില സമയത്ത് ചില ആളുകൾക്ക് സ്വപ്നങ്ങൾ വരാറുണ്ട്, അത് പുലരാറുണ്ട്. അതിൻ്റെ ഉദ്ദേശം ഹുസൂർ പറഞ്ഞിട്ടുള്ളത്, അവർക്ക് ഇത് നമ്മൾ ഇത്ര പാപങ്ങളോ ഒക്കെ ചെയ്തിട്ടും അള്ളാഹു നമുക്ക് റഹ്മത്തിൻ്റെ ഒരു കിരണം നമുക്ക് നൽകിയിരിക്കുന്നു എന്ന്, അതുകൊണ്ട് നിങ്ങൾ ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് തോന്നലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. മഴയുണ്ടാവും, ഒരു തുള്ളിയും വീഴും. ഒരു തുള്ളി വീണത് കൊണ്ട് അത് മഴ വീണത് പോലെ ആവില്ലല്ലോ. ഇതേപോലെ ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഇൽഹാമുകളുണ്ടാവും. അതായത് ഒരാൾ വളരെ സ്ഥലപ്രകൃതക്കാരനാണെങ്കിൽ അവന് ഒരു നല്ല സ്വപ്നം നൽകുന്നതിലൂടെ അവന് ഒരു തോന്നലുണ്ടാവും. അതായത് ഞാൻ ഇത്രയും അള്ളാഹുവിനിൽ അകന്നിരിക്കുന്നതിനാൽ അള്ളാഹു എന്നോട് എനിക്കെന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം എനിക്കെന്തുകൊണ്ട് ഞാൻ സിദ്ധിച്ചു, അതിനുവേണ്ടി ഞാൻ എന്തുകൊണ്ട് നന്നായിക്കൂടാ. അപ്പം ഇങ്ങനെ സ്വപ്നം കാണിക്കുമ്പോൾ അത് പുലരാറുണ്ട്. അത് അള്ളാഹു അത് കാണിക്കുന്നത് അവൻ നന്നാവണം എന്നുള്ളതാണ്. അതുപോലെ പ്രവാചകന്മാർക്ക് നൽകുന്ന സ്വപ്നങ്ങൾ, ഇൽഹാമുകൾ, അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിന് ലഭിക്കുകയുണ്ടായി. വളരെ ഉന്നതമായ വഹി എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ്റെ വഹിയാണ്.
അതിനുശേഷം അത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ ഇൽഹാമുകളാണ്, അദ്ദേഹത്തിൻ്റെ വഹികളാണ്. ജസാക്കുമുല്ലാ അസ്സലാം ജസാ. ഇതിനോട് തുടർച്ചയായി പ്രോഗ്രാമിലെ അടുത്ത ചോദ്യം ഞാൻ മുജീബുൽ സാബിനോടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ സാധാരണക്കാർക്കും വളരെ ദുഷ്പ്രകൃതികര ആളുകൾക്കും സ്വപ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, അത് പുലർന്നു പോകാറുണ്ട്. ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു സ്വപ്നം ഉണ്ടാകുന്നത്, അതായത് അയാൾ വീട്ടിൽ കുട്ടി ജനിക്കുന്നു, അതുപോലെ പുലരുകയും ചെയ്യുന്നു. ഇങ്ങനത്തെ ഖ്വാബുകളും അള്ളാഹുവിൻ്റെ ദാസർക്ക് ലഭിക്കുന്ന സ്വപ്നങ്ങളും തമ്മിൽ എന്താണ് വ്യതിരിക്തത? സ്വപ്നം കാണുക എന്ന് പറയുന്ന വാസ്തവത്തിൽ അതൊരു യാഥാർത്ഥ്യമാണ്, എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. മനുഷ്യൻ, ഉറങ്ങുന്ന മനുഷ്യൻ അവന് ഉറക്കത്തിൽ അവന് സ്വപ്നം കാണാറുണ്ട്, അത് ശാസ്ത്രവും പറയുന്നുണ്ട്. എന്നാൽ സയൻസ് പറയുന്നത് സ്വപ്നം വാസ്തവത്തിൽ മനുഷ്യൻ്റെ ശാരീരികമായ തോന്നലുകളുടെ പ്രതിഫലനമാണ് എന്നാണ്. അങ്ങനെയാണ് ശാസ്ത്രം പറയുന്നത്. അതിന് ആത്മീയതയും യാതൊരു ബന്ധമില്ല. എന്നാൽ മതം പറയുന്നത്, പ്രത്യേകിച്ച് ഇസ്ലാം പറയുന്നത് ഇതങ്ങനെയല്ല. സ്വപ്നം എന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ വെറും ബുദ്ധിപരമായ ചിന്തകളിൽ മാത്രമല്ല, മറിച്ച് അത് മനുഷ്യൻ്റെ ആത്മീയതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വപ്നം മുഖേന മനുഷ്യന് ഭാവി നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും വിവരണം ലഭിക്കാറുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇസ്ലാം ഇത് തന്നെ പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ ഇതിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഇബ്രാഹിം അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തൻ്റെ മകനോട് പറയുന്നു, എന്നെ അറാഫി മനാമി അന്നി അസ്ബഹുക്ക, ഞാൻ സ്വപ്നത്തിൽ കണ്ടു ഞാൻ എന്നെ അറക്കുന്നതായിട്ട്. ഇതിൻ്റെ തഫ്സീർ എന്താണ്, ഇതിൻ്റെ വിശദീകരണം ഞാൻ പോകുന്നില്ല. ഞാൻ ഉദാഹരണമായി പറയുകയാണ്. അത് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്നു. അദ്ദേഹം പറയുകയുണ്ടായി, ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദീൻ. ഞാൻ സ്വപ്നത്തിൽ കണ്ടു 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും അവരെല്ലാവരും എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഞാൻ അതിലേക്ക് പോകുന്നില്ല, ഞാൻ ഉദാഹരണമായി പറഞ്ഞെന്നുള്ളൂ. വിശുദ്ധ ഖുർആനിൽ സൂറ ഫാത്തിഹയിൽ വന്നിരിക്കുന്നു, ലഖദ് സദഖല്ലാഹു റസൂലഹു റുഅ്യാ ബിൽ ഹഖ്. അള്ളാഹു തൻ്റെ റസൂലിന് കാണിച്ച സ്വപ്നം സത്യമായി പുലർത്തുകയുണ്ടായി. അമ്പിയാക്കളുടെ സ്വപ്നങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. സാലിഹായിട്ടുള്ള സ്വപ്നം എന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാലിഹായ സ്വപ്നം എന്ന് പറയുന്നത് ജുസൂം മിൻ 46 നുബുവത്ത്, അതായത് സത്യ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നുബുവത്തിൻ്റെ 43ാമത്തെ ഭാഗമാണ്. ഒരു ഹദീസിൽ ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, റോയ സാലിയ എന്ന് പറയുന്നത് അതിന് 3 വിധമുണ്ട്. അന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് കാണിക്കപ്പെടുന്ന സ്വപ്നങ്ങൾ, പിന്നെ ശൈത്താൻ പീഡിപ്പിക്കാൻ വേണ്ടി നൽകുന്ന സ്വപ്നങ്ങൾ. ഒരു സ്വപ്നം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ചിന്തകളുടെ ഫലമായിട്ട് മനുഷ്യൻ സ്വപ്നത്തിൽ കാണുന്ന കാര്യങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. സ്വപ്നം എന്ന് പറയുന്നത് അത് സത്യമാണ്. എന്നാൽ അള്ളാഹു തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ പ്രത്യേക സവിശേഷരായ വ്യക്തികൾക്ക് അള്ളാഹുവിൻ്റെ സ്നേഹത്തിൽ, അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹത്തിൽ മുന്നോട്ട് ഗമിക്കുന്ന, അവരുമായിട്ട് ആത്മീയമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നവർ, അതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു തൻ്റെ അടയാളങ്ങൾ കാണിക്കുന്നത്, അവർക്ക് സ്വപ്നം കാണിക്കുന്നത്, അവർക്ക് സ്വപ്നങ്ങളും അതുപോലെ തന്നെ കശ്ഫുകളും കാണിക്കുന്നത്, അതും സാധാരണക്കാരുമായിട്ടുള്ള കാണുന്ന സ്വപ്നവും യാതൊരു ബന്ധമില്ല. അത് മസീഹ് സ്വലാത്തു വസ്സലാം സംബന്ധമായി പറഞ്ഞിട്ടുള്ളത്. അതിൽ ഹുസൂർ പറയുകയുണ്ടായി, ചില ആളുകൾ ചിന്തിക്കാറുണ്ട്, ഞങ്ങളും സാധാരണക്കാരായ ആൾക്കാർ സ്വപ്നം കാണുന്നുണ്ടല്ലോ. ചില ആൾക്കാർ ആൺകുട്ടികൾ ജനിച്ചതായി കാണുന്നത് അത് അങ്ങനെ തന്നെ പുലരുന്നു. ചിലർ കാണുന്നു പെൺകുട്ടി ജനിച്ചതായിട്ട് അതും പുലരുന്നു. അതുപോലെ തന്നെ സ്വപ്നത്തിൽ കാണുന്നു മരിക്കുന്നത്, അത് പിന്നീടും പുലരും സത്യമായിട്ട്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ അത് സ്വപ്നത്തിൽ കാണുന്ന അതേപോലെ പുലരുന്നു. മസീഹ് സ്വലാത്തു വസ്സലാം ഇതിനെ സംബന്ധിച്ച് പറയുന്നത്, ഈ സാധാരണക്കാരുടെ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളുണ്ടല്ലോ, അതിലും സത്യാത്മാക്കളുടെ സ്വപ്നത്തിനും നല്ല വ്യത്യാസമുണ്ട്. സാധാരണ ആൾക്കാരുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് അത് ദുഷ്പ്രകൃതരായ ആളുകൾ, പാപികളായ ആളുകൾ, ദുർവൃത്തരായ ആളുകൾ, അവർക്കും ചില സമയത്ത് അവർക്ക് കാണുന്ന സ്വപ്നങ്ങൾ പുലരാറുണ്ട്. അതായത് സാധാരണക്കാരുടെ
സ്വപ്നങ്ങളും പ്രത്യേക ആളുകളുടെ സ്വപ്നം വലിയൊരു അന്തരം തന്നെ ഉണ്ട്. അത് മസീഹ് സ്വലാത്തു വസ്സലാമിന് ഇതിനെക്കുറിച്ച് അടിസ്ഥാനപരമായി പറഞ്ഞത് 4 വ്യത്യാസമാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേകപ്പെട്ട ആളുകൾ അവരുടെ കശ്ഫുകളും സ്വപ്നങ്ങളും അവർക്ക് ലഭിക്കുന്ന അതൊക്കെ വളരെ പരിശുദ്ധമായി വളരെ വ്യക്തമായതായിരിക്കും, സ്പഷ്ടമായ സ്വപ്നങ്ങളായിരിക്കും കാണുക. എന്നാൽ സാധാരണക്കാർക്ക് ലഭിക്കുന്ന സ്വപ്നങ്ങളാകട്ടെ അത് വളരെ വിരളമായിട്ട് അത്ര വ്യക്തമായിരിക്കില്ല. അവരുടെ അതുകൊണ്ട് വളരെ ഛിന്ന ഭിന്നമാക്കപ്പെട്ട സ്വപ്നങ്ങളായിരിക്കും. ഇതാണ് ഒന്നാമത്തെ ഒരു വ്യത്യാസം. പിന്നെ ഹുസൂർ പറയുകയുണ്ടായി, സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ അള്ളാഹുവിൻ്റെ പ്രത്യേകരായ ആളുകളുടെ സ്വപ്നങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ, അതിൽ വിവരിക്കപ്പെടുന്ന കാര്യങ്ങൾ അത് അവരിൽ അധികവും പൂർത്തിയാവുന്നതായിരിക്കും. എന്നാൽ സാധാരണക്കാർ കാണുന്ന സ്വപ്നങ്ങൾ അവർ കാണുന്നത് അത് മുഴുവനും പൂർത്തിയാവുന്നതായിരിക്കില്ല. അതിൽ 1-2 പകുതിയോ ഒക്കെ പൂർത്തിയാവുന്നതായിരിക്കും. അതായത് കുട്ടികൾ, എന്നാൽ അവരുടെ എല്ലാ സ്വപ്നങ്ങളും പൂർത്തിയാവാറില്ല. ഏതുപോലെ എന്നാൽ വിശേഷമാക്കപ്പെട്ട ആൾക്കാരുടെ സ്വപ്നങ്ങളെന്ന് പറയുന്നത്, പിന്നെ പറയുന്നു, ഈ സ്വപ്നങ്ങൾ മുഖേന മഹത്തായ അടയാളങ്ങൾ നൽകപ്പെടുന്നു. സാധാരണക്കാർക്ക് ഒരു തരത്തിലുള്ള അടയാളങ്ങൾ നൽകപ്പെടുന്നതല്ല. പിന്നീട് 4ാമത്തെ സവിശേഷതയായിട്ട് വ്യത്യാസമായിട്ട് ഹുസൂർ പറയുന്നത്, സവിശേഷപ്പെട്ട ആളുകൾക്ക് അവരുടെ സ്വീകാര്യതയ്ക്കുള്ളൊരു മാതൃകയാണ്. അള്ളാഹു തൻ്റെ സ്നേഹത്തിൻ്റെ ആ ലക്ഷണങ്ങൾ ആ സ്വപ്നമുഖേന അള്ളാഹു കാണിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ സാധാരണക്കാർക്ക് ഇങ്ങനെ ഉള്ള യാതൊരു പെരുമാറ്റമല്ല. ഹുസൂർ പറയുന്നു, ഈ സാധാരണക്കാർക്ക് ലഭിക്കുന്ന ഈ സ്വപ്നങ്ങൾ ചിലപ്പോൾ അവർ കാണുന്നത് ചിലപ്പോൾ 1-2 ഒക്കെ പൂർത്തിയായി എന്നാൽ ആകുമ്പോൾ അവരിൽ അഹങ്കാരം ഉള്ളെടുക്കുന്നു. പിന്നെ ഈ അഹങ്കാരത്തിൽ തന്നെ അവർ മരിക്കുന്നു. എന്നാൽ അതേസമയം ഈ സ്വപ്നത്തിൻ്റെ ഫലമായിട്ട് അവരുടെ റുഹാനിയത്തിൽ വർധന ഉണ്ടാവുന്നതിന് പകരം അവർക്ക് അധോഗതിയാണ് ഉണ്ടാവുന്നത്, അഭിവൃദ്ധിയല്ല ഉണ്ടാവുന്നത്. എന്നാൽ സൽവൃത്തരുടെ വിശേഷപ്പെട്ട ആൾക്കാരുടെ സ്വപ്നം എന്ന് പറയുന്നത് അവരുടെ റുഹാനിയത്തിൽ അവർക്ക് അഭിവൃദ്ധിയും ഒരു വിപ്ലവവും ഒരു ഉയർച്ചയും ഒരു പുരോഗതിയുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് പ്രത്യേകമായൊരു വ്യത്യാസം സാധാരണക്കാരും അതുപോലെ തന്നെ സവിശേഷ ആളുകളും തമ്മിലുള്ള. അത് മസീഹ് സ്വലാത്തു വസ്സലാം ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞത്, അള്ളാഹുവിൻ്റെ ഏതെങ്കിലും നബി നിയോഗിക്കപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രകാശം ഇറക്കപ്പെടുന്നു. അതുപോലെ ആത്മീയതയുടെ ഒരു പ്രസരണം തന്നെ ഉണ്ടാക്കുന്നു. ഈ റുഹാനിയത്തിൻ്റെ ഒരു അന്തരീക്ഷം അതെല്ലായിടത്തും വ്യാപിക്കുന്നു. എല്ലാവർക്കും ആ അനുഗ്രഹത്തിൽ നിന്ന് ഭാഗം ലഭിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ചിലർ സ്വപ്നം കാണുകയും ചെയ്യുന്നു. ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അങ്ങനെയുള്ള ആളുകൾ ഇൽഹാമിൻ്റെ കഴിവുകളിൽ ഉള്ളിലുള്ള ആളുകളുണ്ടല്ലോ, അങ്ങനത്തെ ആളുകൾക്കും ഇൽഹാം വരുന്നു. അതിൻ്റെ അർത്ഥം അവർക്ക് ഇങ്ങനെ വല്ല സ്വപ്നമോ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ വലിയ ആളുകളാണ് എന്നല്ല. അത് മസീഹ് സ്വലാത്തു വസ്സലാം ഉദാഹരണം നൽകിയത്, ഉദാഹരണത്തിന് ഒരു രാജാവിൻ്റെയും രാജാവിൻ്റെയും അടുക്കലുള്ള സമ്പത്തും അതുപോലെ തന്നെ ഒരു ദരിദ്രൻ്റെ അടുക്കലുള്ള സ്വത്തും ഉണ്ടല്ലോ. പക്ഷേ അത് എല്ലാം സ്വത്തെന്ന് പറയുന്നു, പക്ഷേ അത് രണ്ടും വ്യത്യാസമുണ്ട്. മസീഹ് സ്വലാത്തു വസ്സലാം പറയുന്നു, ചില സ്വപ്നങ്ങൾ വരാനുള്ള കാരണം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നബി ലോകത്ത് നിയോഗിക്കപ്പെടുമ്പോൾ, അള്ളാഹുവിൻ്റെ പ്രകാശം ലോകത്ത് ഇറങ്ങുമ്പോൾ, റുഹാനിയത്തിൻ്റെ പ്രസാരണം ലോകത്ത് സംഭവിക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കുന്നു. അതിൻ്റെ ആത്മീയ ശക്തി അതിനനുസരിച്ച് അവർക്ക് ഓരോരുത്തർക്കും ലഭിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ അതിൻ്റെ ഫലമായിട്ടും ചില ആളുകൾ നല്ല സത്യസ്വപ്നങ്ങൾ കാണാൻ ഇടയാകുന്നു, അവർക്ക് ഇൽഹാം ലഭിക്കുന്നു. മസീഹ് സ്വലാത്തു വസ്സലാം ഇത് സംബന്ധിച്ച് ഒരു ഉദ്ധരണി വളരെ ഇത് സംബന്ധിച്ച് നമ്മളെ കേൾപ്പിച്ച് ഞാൻ നിർത്തുകയാണ്. ഹഖീഖത്തുൽ വഹിയിൽ ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഒരു നബി വരുമ്പോൾ ആ നബിയുടെ ബർക്കത്ത് കൊണ്ട് സാധാരണയായ ഒരു പ്രകാശം അത് ആകാശത്തു നിന്ന് വരുന്നു. അങ്ങനെ ആത്മീയത ലോകത്ത് പ്രസരിക്കുമാറാക്കുന്നു. അപ്പോൾ അങ്ങനെ സ്വപ്നം കാണുന്ന ഒരാൾ, അതുപോലെ തന്നെ ഇൽഹാമിൻ്റെ കഴിവുള്ള ആളുകൾക്ക് ഇൽഹാം ലഭിക്കുന്നു.
ആത്മീയ കാര്യങ്ങളിൽ ബുദ്ധിയും വികസിക്കുമാറാകുന്നു. മഴ പെയ്യുമ്പോൾ എല്ലാ ഭൂമിയിലൊക്കെ തന്നെ വെള്ളം ലഭിക്കുന്നത് പോലെ ഒരു റസൂൽ അയക്കപ്പെടുന്നതോടെ ഒരു ആത്മീയമായ ഉത്കർഷത്തിൻ്റെ ഒരവസ്ഥ ഉണ്ടാക്കുന്നു. വാസ്തവത്തിൽ ആ അനുഗ്രഹത്തിന് കാരണം ആ റസൂലായിരിക്കും. അങ്ങനെ ലോകത്തെ എത്രയൊക്കെ സ്വപ്നങ്ങളും അതുപോലെ തന്നെ ഇൽഹാം ലഭിക്കുന്ന അത് വാസ്തവത്തിൽ ആ നബി ആയിരിക്കും. എന്തെന്നാൽ അദ്ദേഹത്തോടൊപ്പം ലോകത്തൊരു വലിയൊരു വിപ്ലവം ഉണ്ടാകുന്നു. ആകാശത്തു നിന്ന് പൊതുവായി ഒരു വെളിച്ചം ഇറങ്ങുകയും അതിൽ നിന്ന് എല്ലാവരും തങ്ങളുടെ കഴിവനുസരിച്ച് ഭാഗവക്കാവുകയും ചെയ്യുന്നു. ആ വെളിച്ചം അത് ഇൽഹാമിനും സ്വപ്നങ്ങൾക്കും കാരണമായി തരുന്നു. എന്നാൽ അജ്ഞനായ വ്യക്തി ചിന്തിക്കുന്നു, എൻ്റെ കഴിവ് കൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് എന്നല്ല. ഹുസൂർ പറയുന്നു, ആളുകൾ കാണുന്ന സ്വപ്നം നമ്മൾ എന്തോ ആയി തീർന്നു എന്നിരിക്കുന്നു വിചാരിക്കുന്നു. എന്നാൽ അജ്ഞനായ വ്യക്തി ചിന്തിക്കുന്നു, എൻ്റെ സ്വന്തം കഴിവ് കൊണ്ടാണ് ഇൽഹാമും സ്വപ്നം ഉണ്ടായതെന്നാണ്. വാസ്തവത്തിൽ ആ പ്രവാചകൻ്റെ ഹക്കിലായിരിക്കും അത് പൂർത്തിയാവുക. ആ സമാന എന്ന് പറയുന്നത് ലൈലത്തുൽ ഖദറിൻ്റെ കാലഘട്ടമാണ്. അതിൽ മലക്കുകൾ ഇറങ്ങുന്നു, തതനസ്സലു അതായത് മനുഷ്യൻ ദൈവം ലോകത്തെ സൃഷ്ടിച്ചത് മുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വാസ്തവത്തിൽ ഇത് അള്ളാഹുവിൻ്റെ കുദറത്താണ്. അള്ളാഹുവിൻ്റെ നബി നിയോഗിക്കപ്പെടുമ്പോൾ മറ്റുള്ളവർക്കും ചില സ്വപ്നങ്ങളും വെളിപാടുകളൊക്കെ ലഭിക്കാറുണ്ട്. എന്നാൽ അത് അവരുടെ സ്വപ്നത്തിലും ഇൽഹാമത്തിലും അള്ളാഹുവിൻ്റെ മുർസലിൻ്റെ നബിയുടെ പ്രവാചകൻ്റെ അദ്ദേഹത്തിൻ്റെ ഇൽഹാമിലും സ്വപ്നത്തിലൊക്കെ അജഗജാന്തരമുണ്ട്. അത് മസീഹ് സ്വലാത്തു വസ്സലാമിന് ഈ വ്യത്യാസത്തെ അത് രാജാവിൻ്റെ സ്വത്തും അതുപോലെ ഫക്കീറിൻ്റെ സ്വത്തും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് മസീഹ് സ്വലാം പറയുന്നത്. അത് ആരെങ്കിലും വിചാരിക്കുകയാണ് ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങിക്കുന്നു, എനിക്ക് ഇൽഹാം ഉണ്ടാവാൻ തുടങ്ങുന്നു, അതുകൊണ്ട് ഞാനും വലിയ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ ആർക്കും അങ്ങനെ ചിന്ത ഉണ്ടാവാൻ പാടില്ല. ഹുസൂർ പറഞ്ഞത് ചില ദുർവൃത്ത ആളുകൾക്കും ഇങ്ങനെ സ്വപ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് വളരെ വ്യക്തമായ ഒരു വ്യത്യാസമാണ്. മറ്റുള്ളവരുടെയും പ്രത്യേകപ്പെട്ട ആളുകളുടെയും അതുപോലെ തന്നെ സാധാരണക്കാരുടെയും സ്വപ്നങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അത് മസീഹ് സ്വലാത്തു വസ്സലാം ഇത് വ്യക്തമായി പറയുകയുണ്ടായി. ജസാക്കുമുല്ലാഹ് വാസുൽ ജസാ. അടുത്ത ചോദ്യം ബഹുമാനപ്പെട്ട മൗലാന ഹമീദ് കോസർ സാഹിബിനോടാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ പരിചയപ്പെടുത്തുന്നവർ പ്രവാചകന്മാരാണ്. ഈ പരിശുദ്ധാത്മാക്കൾ ഈ ലോകത്ത് വന്നില്ലായിരുന്നെങ്കിൽ ആ യഥാർത്ഥ മാർഗം നമുക്ക് ലഭ്യമാവുമായിരുന്നില്ല. ഇതിനെ സംബന്ധിച്ച് ഒന്ന് വിശദീകരിക്കാമോ? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലോകത്ത് 1,24,000 പ്രവാചകന്മാർ വന്നിരിക്കുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പരിചയപ്പെടുത്തൽ, അള്ളാഹുവിനെ പറ്റി പ്രവാചകന്മാരാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. 360 ബിംബങ്ങൾ ആരാധിക്കപ്പെടുമ്പോഴായിരുന്നു അവിടുന്ന് വന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള എല്ലാ അറിവുകളും ലോകത്ത് നിന്ന് മാഞ്ഞു പോയിരുന്നു. ഈ കാലഘട്ടത്തിലും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സമയത്ത് ഏകദേശം ലോകത്തിൻ്റെ അവസ്ഥ തന്നെയായിരുന്നു. അള്ളാഹുവിൽ നിന്ന് വിദൂരപ്പെട്ടു പോയിരുന്നു ജനങ്ങൾ. എത്രത്തോളം എന്നാൽ അള്ളാഹുവിനെ അംഗീകരിക്കുന്നതിൽ തന്നെ അവർ വിസമ്മതിക്കുകയുണ്ടായി. ഈ കാലഘട്ടം വളരെ അറിവിൻ്റെ കാലമെന്ന് പറയപ്പെടുന്നു, പുരോഗമനത്തിൻ്റെ ഒരു സയൻസിൻ്റെ കാലഘട്ടം എന്ന് പറയപ്പെടുന്നു, ഒരു പുതിയ വെളിച്ചത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നു. പക്ഷേ ഈ ഒരു പുതിയ വെളിച്ചം വളരെയധികം മനുഷ്യരെ നിരീശ്വരവാദത്തിലേക്കും വഴിപ്പിഴപ്പിലേക്കും മനുഷ്യരെ തള്ളിവിട്ടിരിക്കുന്നു. എത്രത്തോളം അഹങ്കാരമെന്നാൽ അള്ളാഹുവിനെ തന്നെ നിരാകരിച്ചിരിക്കുന്നു. എങ്ങനെയുള്ള കാര്യങ്ങളെന്നാൽ, എങ്ങനെയുള്ള ആക്ഷേപങ്ങളെന്നാൽ അത് പുതിയ യുവാക്കൾ സംശയത്തിൽ അകപ്പെടുന്നു. ഇതെന്താണെന്ന്, ലോകം സ്വന്തം അങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നു, അങ്ങനെയുണ്ടായി ഇങ്ങനെയുണ്ടായി എല്ലാം പറയുന്നവർ. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ഗ്രന്ഥങ്ങളിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ നോക്കുക, എല്ലാ സൃഷ്ടിയുടെയും ഒരു സൃഷ്ടാവുണ്ട്.
ഒരു സൃഷ്ടിയും സൃഷ്ടാവില്ലാണ്ടില്ല. ഒരു വസ്തു, ഒരു ഉണ്ടാക്കപ്പെട്ട വസ്തു, ഈ മേശ, അതിനെ നിർമ്മിക്കാൻ ഒരു വ്യക്തി ഉണ്ടായിരിക്കണം. ഒരു വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഈ ലോകം, ഈ മുഴുവൻ ലോകം, നിങ്ങൾ കാണുന്ന ഈ ലോകം, ഇതിന് എൻ്റെ ഒരു സൃഷ്ടാവുണ്ട്. ഒരിക്കലും സാധ്യമല്ല ഒരു വസ്തു അത് നിലനിൽക്കുന്നുണ്ട്, ആ നിലനിൽക്കുന്ന വസ്തുവിനെ സംബന്ധിച്ച് നിങ്ങൾ പറയുകയാണ് ഇതിനെ ഉണ്ടാക്കുന്ന ഒരാളില്ല. ഇത് ഹദ്റത്ത് മസീഹ് ഇസ്ലാം വ്യക്തമായിട്ടുള്ളൊരു കാര്യം അത് നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇനി ഇതിന് മുന്നോട്ട് പോയിക്കൊണ്ട് അള്ളാഹുമായിട്ടൊരു മനുഷ്യൻ്റെ ബന്ധം എങ്ങനെ സ്ഥാപിക്കാം? ഈ കാലഘട്ടത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ രീതിയിലും പരിശ്രമിക്കുകയുണ്ടായി. മനുഷ്യൻ്റെ ബന്ധം അള്ളാഹുവിൻ്റെ അടയാളങ്ങൾ കാണിച്ചുകൊണ്ട് അള്ളാഹു സംസാരിക്കുന്നു, അള്ളാഹു ഉണ്ട്, അള്ളാഹു കേൾക്കുന്നു, അള്ളാഹു നമ്മുടെ സൃഷ്ടാവാണ് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി എല്ലാ അടയാളങ്ങളും കാണിച്ചിരിക്കുന്നു. അവിടുന്ന് ഇതിനു വേണ്ടി 1885 വിളംബരപ്പെടുത്തുകയുണ്ടായി. 20,000 പ്രസിദ്ധീകരണങ്ങൾ, പരസ്യങ്ങൾ ചെയ്യുകയുണ്ടായി, ഇംഗ്ലീഷിലും ഉറുദുവിലും. നല്ല വ്യക്തി, ഒരു നല്ല നെയ്യത്തിലൊരു വ്യക്തി, അവൻ്റെ പ്രകൃതത്തിൽ വക്രതയില്ലെങ്കിൽ, അവൻ എൻ്റെ അടുത്ത് വന്നുകൊണ്ട് 1 വർഷം തങ്ങുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടയാളം ഞാൻ അവന് കാണിക്കുന്നതാണെന്ന്. 1 വർഷം നിന്നുകൊണ്ട് ആ അടയാളം കണ്ടില്ലെങ്കിൽ ഞാൻ 1 മാസത്തിന് 200 രൂപ എന്ന രീതിയിൽ 1 വർഷത്തേക്ക് ഞാൻ അവന് നൽകുന്നതാണ് എന്ന് ഹദ്റത്ത് മസീഹ് ഇസ്ലാം ഇത് സംബന്ധമായിട്ട് വീണ്ടുമായിട്ട് വിളംബരപ്പെടുത്തുകയുണ്ടായി. ചില ജനങ്ങൾ വരികയുണ്ടായി. പക്ഷേ ഹദ്റത്ത് മസീഹ് ഇസ്ലാം ജനങ്ങളെ വിളിച്ചുകൊണ്ടേയിരുന്നു, കാണിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങൾ നോക്കുക, അടയാളങ്ങൾ നോക്കുക. ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു തആലാനെ സംബന്ധിച്ച് വളരെ വിശദീകരിച്ചുകൊണ്ട് ആ പ്രവചനം നൽകുകയുണ്ടായി. ഞാൻ ദുആ ചെയ്യുകയുണ്ടായി, അള്ളാഹു ഇന്ന ഗുണങ്ങളുള്ള ഒരു പുത്രനെ നിനക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇസ്ലാമിൻ്റെ യഥാർത്ഥ സേവകനായിരിക്കും, ഇസ്ലാമിനെ ലോകത്തിൻ്റെ കോണുകളോളം എത്തിക്കുന്ന വ്യക്തിയായിരിക്കും, വിശുദ്ധ ഖുർആൻ്റെ യഥാർത്ഥ തഫ്സീർ ചെയ്യുന്നവനായിരിക്കും. ഒരു സംശയവുമില്ല. പല ജനങ്ങളും ഖാദിയയിൽ വന്നുകൊണ്ടേയിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം ലാഹോറിലും ഡൽഹിയിലും ലുധിയാനയിലും യാത്രകളിലും കണ്ടുമുട്ടിക്കൊണ്ടിരുന്നു. ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ പ്രസംഗങ്ങളിൽ നിന്ന് അവർക്ക് പല ഉപകാരങ്ങളും ഉണ്ടാകുകയുണ്ടായി. ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ വെക്കുകയാണ്. ഹസ്രത്ത് മുൻഷി ജഫർ അഹമ്മദ് സാഹിബ് കപൂർത്തലവി ഹദർ മസീഹ് ഇസ്ലാമിൻ്റെ സഹാബിയാണ്. കപൂർത്തലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ നാട്. ബഹിഷ്തി മക്ബറയിൽ അദ്ദേഹത്തിൻ്റെ ഖബറുള്ളത്. അദ്ദേഹം പറയുന്നു, ഹദർ മസീഹ് ഇസ്ലാമിൻ്റെ അടുത്ത് ഒരു ഹിന്ദു മജിസ്ട്രേറ്റ് വരികയുണ്ടായി, ജഡ്ജ്. ഹദർ മസീഹ് ഇസ്ലാം പറയുകയുണ്ടായി, ഞാൻ ദൈവത്തെ അംഗീകരിക്കുന്നില്ല എന്ന്. ഞാൻ വെറും കേട്ട കാര്യത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയുമല്ല. താങ്കൾ എനിക്ക് അള്ളാഹുവിനെ കാണിച്ചു തരാൻ സാധിക്കുമെന്ന്. ഹദർ മസീഹ് ഇസ്ലാം അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ ലണ്ടനിൽ പോയിട്ടുണ്ടോ? അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ പോയിട്ടില്ല. ലാഹോറിൽ പോയിട്ടുണ്ടോ ചോദിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോയിട്ടില്ല. ഉദൂത്തൻസ് പറയുകയുണ്ടായി, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ലാഹോറും ലണ്ടനും ഉണ്ടോ എന്ന്? അപ്പോൾ താങ്കൾ എന്തിനാണ് വിശ്വസിക്കുന്നത്? ഇത് വെറും കേട്ട കാര്യം മാത്രമാണ്. നിങ്ങൾ ഖാദിയാൽ വന്നിരിക്കുന്നു, ഖാദിയാൽ ഒരു വ്യക്തിയുണ്ട് എന്ന് കേട്ടിട്ടാണ് താങ്കൾ വന്നത്, അള്ളാഹുവിനോട് സംസാരിക്കുന്നുണ്ട് എന്ന് കേട്ടിട്ടാണ് അദ്ദേഹം വന്നത്. അപ്പം നിങ്ങൾ കേട്ടിട്ട് അത് വിശ്വസിച്ച് വന്നിരിക്കുകയാണ്. അതിനുശേഷം ഹുദൂത്തുൽ മനസ് ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. റാവി പറയുന്നു, ഒരു പ്രത്യേക പ്രഭാവം ചെലുത്തുന്ന ഒരു പ്രസംഗമായിരുന്നു അത്. ആ വ്യക്തി കുറച്ച് നേരത്തിന് ശേഷം മിണ്ടാതെ അവിടെ ഇരിക്കുകയുണ്ടായി. അതിനുശേഷം ഹദർ മൗലവി സാബ് അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോവുകയുണ്ടായി. താങ്കൾ എന്തിനാണ് പോയതെന്ന് ചോദിക്കുകയുണ്ടായി. ഹദർ മസീഹ് ഇസ്ലാമിൻ്റെ കാല് അദ്ദേഹം തൊടുകയുണ്ടായി, ഹിന്ദുക്കൾ തൊടുന്ന പോലെ. മൗലവി സാബ് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എന്തിനാണ് അവിടെ നിന്ന് ഇറങ്ങിയത് എന്ന് ആ മജിസ്ട്രേറ്റിനോട് പറയുകയുണ്ടായി. ഞാൻ ഈ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ
അള്ളാഹുവിനെ കണ്ടു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു രാത്രി കൂടി ഇവിടെ തങ്ങിയാൽ ഞാൻ മുസ്ലിം ആകുമെന്ന് ഞാൻ എൻ്റെ പത്നിയോടും കുട്ടിയോടും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് വരുമെന്ന് ഞാൻ അവരോടെല്ലാം സംസാരിച്ച് വരും. നിങ്ങൾ നോക്ക്, ആ ഒരു ഹിന്ദുവാണ്, ഒരു മജിസ്ട്രേറ്റാണ്, അറിവുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ ഹുസൂർ തിരുനസിൻ്റെ ആ ഒരു പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി, ഞാൻ അള്ളാഹുവിനെ കണ്ടു എന്ന് എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി. ഹദ്റത്ത് മസീഹ് ഇസ്ലാം പറയുന്നു, പ്രവാചകന്മാർ വരുന്നു, ആ പ്രവാചകന്മാർ അവർ അള്ളാഹുവിനെ ലോകത്തിന് മുന്നേ യഥാർത്ഥ രീതിയിൽ അവർ സമർപ്പിക്കുന്നു. ഹദ്റത്ത് മസീഹ് ഇസ്ലാം പല അടയാളങ്ങൾ കാണിക്കുകയുണ്ടായി. ആ അടയാളങ്ങൾ കാണിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ അള്ളാഹു ഉണ്ട് എന്ന് അവർക്ക് വിശ്വാസം ഉണ്ടായിരിക്കുകയുണ്ടായി. ഉദാഹരണത്തിന് 1905 ഈ സ്ഥലത്ത് പ്ലേഗ് വളരെ ശക്തമായിക്കൊണ്ട് അത് പടരുകയുണ്ടായി. ഹദ്റത്ത് മസീഹ് ഇസ്ലാം ഒരു വിളംബരം ചെയ്യുകയുണ്ടായി. അള്ളാഹു എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു, ഇനി ഹാഫിദു കുല്ല മൻഫിദാർ, വാഗ്ദാനം നൽകിയിരിക്കുന്നു, ഞാൻ എല്ലാ വ്യക്തികളെയും സംരക്ഷിക്കുന്നതാണ്, നിന്റെ ഭവനത്തിനുള്ള എല്ലാ വ്യക്തികളെയും ഞാൻ സംരക്ഷിക്കുന്നതാണ്. അദ്ദാറിൻ്റെ വിശദീകരണം നൽകുകയുണ്ടായി, എൻ്റെ ഈ ഒരു കല്ലുകൊണ്ട് നിർമ്മിച്ച വീടും അതും ഇതിനെ സംബന്ധിച്ചുമാണ്. രണ്ടാമത്തെ അദ്ദാർ എന്നുള്ളതിൻ്റെ അർത്ഥം എൻ്റെ ജമാഅത്താണ്. ലോകത്തുള്ള എവിടെ എങ്കിലും എൻ്റെ ജമാഅത്തിലെ യഥാർത്ഥ രീതിയിൽ എൻ്റെ ജമാഅത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ, എന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനെ അനുസരിക്കുന്നവനാണെങ്കിൽ, അവനെ ആരാധിക്കുന്നവനാണെങ്കിൽ, അള്ളാഹു അവരെ സംരക്ഷിക്കുന്നതായിരിക്കുന്നു, അവരെ ഈ രോഗത്തിന് രക്ഷിക്കുമെന്ന് പറയുകയുണ്ടായി. ഇതൊരു വിളംബരമാണ്. ലക്ഷക്കണക്കിന് ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു, ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ഈ വീട്, ഖാദിയാനുള്ള ഈ വീട്, അല്ലെങ്കിൽ എവിടെയെല്ലാമാണോ അഹമ്മദികൾ ഉള്ളത്, അള്ളാഹു അവരെ ഈ ഒരു പ്ലേഗിൽ നിന്ന് സംരക്ഷിക്കുകയുണ്ടായി. ഇതാരാണ് ചെയ്തത്? ആരാണ് പ്ലേഗിൻ്റെ കീടങ്ങളോട് പറഞ്ഞത് ഇത് അഹമ്മദിയാണ്, അവൻ്റെ അടുത്തേക്ക് പോകരുതെന്ന്? എന്താണിത് നമുക്ക് പറഞ്ഞു തരുന്നത്? അള്ളാഹു ഉണ്ട് എന്നാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ കാര്യം അത് പൂർത്തിയാവുന്നു. ലോകം ആയിരക്കണക്കിന് ജനങ്ങൾ ജമാഅത്തിൽ പ്രവേശിക്കുകയുണ്ടായ സമയത്ത് ഹദ്റത്ത് മസീഹ് ഇസ്ലാം അവരെ സംബന്ധിച്ച് പറയുകയുണ്ടായി, ഇത് താവൂനി അഹമ്മദിയാണെന്ന്. അതായത് പ്ലേഗിൻ്റെ കാലഘട്ടത്തിൽ ഇവർ ജമാഅത്തിൽ പ്രവേശിച്ചവരാണെന്ന് പറയുകയുണ്ടായി. അതിനുശേഷം ഭൂകമ്പങ്ങളുടെ ഒരു ശൃംഖല ഉണ്ടാകുകയുണ്ടായി. അവിടുന്ന് സംരക്ഷണത്തിൻ്റെ വാഗ്ദാനം നൽകുകയുണ്ടായി, അങ്ങനെ ജമാഅത്തിനെ സംരക്ഷിക്കുകയുണ്ടായി. അവിടുന്ന് പറയുകയുണ്ട്, ഭൂജലങ്ങളുടെ അർത്ഥം അതിൻ്റെ അർത്ഥം യുദ്ധമെന്നും കൂടിയാണ്. 5 യുദ്ധത്തിനെ സംബന്ധിച്ച് അവിടുന്ന് പറയുകയുണ്ടായി. ലോകം ഭയാനകപരമായിട്ട് രീതിയിലുള്ള ഒരു യുദ്ധങ്ങളുണ്ട്, 5 യുദ്ധങ്ങളുണ്ടാകുമെന്ന് പറയുകയുണ്ടായി. ബറാഹിൻ അഹമ്മദിയ 5-ാം ഭാഗത്തിൽ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നു. 2 യുദ്ധം കഴിഞ്ഞിരിക്കുന്നു. ഇനി വരാനിരിക്കുന്ന 3 യുദ്ധങ്ങൾ, ഈ 3-ാമത്തെ യുദ്ധത്തിൻ്റെ വക്കിലാണ് നാം നിൽക്കുന്നത്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അയ്യുല്ലാഹു തആല ബിൻ അസീസ് വീണ്ടും നമ്മളെ ശ്രദ്ധ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കുക, അള്ളാഹുവിൻ്റെ കോപത്തെ നിങ്ങൾ കത്തിജ്വലിപ്പിക്കരുത്, തൗബ ചെയ്യുക, അള്ളാഹുവിലേക്ക് തിരിയുക, അള്ളാഹുവിനെ ആരാധിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളെല്ലാം അതിൽ വീഴുന്നതാണ്, ആ ശിക്ഷയിൽ. ഈ അഗ്നിയിൽ നിന്ന് അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ മാത്രമേ സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് ഹദ്റത്ത് ഇസ്ലാം പറയുകയുണ്ടായി. ഈ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും അവർ ഈ കാര്യത്തിന് വാഗ്ദാനം അവർ നൽകുന്നു, സാക്ഷ്യം വഹിക്കുന്നു. അവർ ഹദ്റത്ത് മസീഹ് ഇസ്ലാം യഥാർത്ഥ അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മാർഗം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അയ്യദുല്ലാഹു തആല ബിൻ അസീസ് കഴിഞ്ഞ ഖുത്ബയിലും
അതിന് മുന്നേയുള്ള ഖുത്ബയിലും പറഞ്ഞിരിക്കുന്നു എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് നമസ്കരിച്ചിരുന്നത്. അവിടുത്തെ കാലിൽ നീര് വരുമായിരുന്നുവെന്ന്. വീണ്ടും വീണ്ടും എണീറ്റുകൊണ്ട് ഖബർസ്ഥാനിൽ പോയിക്കൊണ്ടും മറ്റു സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടും ഒറ്റയ്ക്ക് പോയിക്കൊണ്ട് അള്ളാഹുവിൻ്റെ തൻ്റെ റബ്ബിനെ ആരാധിച്ചു കൊണ്ടിരിക്കുമായിരിക്കുന്നു. ഇത് നബി മാത്രമാണ് ഈ ജോലി ചെയ്യാൻ നബി സാധ്യമാവുക. കാരണം ആ ഒരു വ്യക്തിയുടെ ഹൃദയം ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളതായിരിക്കും. ഈ കാലഘട്ടത്തിൽ അത് മസീഹ് ഇസ്ലാമാണ് ചെയ്തത് ആ ജോലി. നാം വളരെ സൗഭാഗ്യവാന്മാരാണ്. അള്ളാഹു നമുക്ക് ഖിലാഫത്തിൻ്റെ അനുഗ്രഹം നമുക്ക് നൽകിയിരിക്കുന്നു. ഹുസൂർ തിബ്നസ് അയ്യുല്ലാഹു തആല അസീസ് തൻ്റെ ഖുത്ബയിൽ ആ ഹൃദയ പരിശുദ്ധി നടത്തുന്ന ആ ഖുത്ബകൾ നമുക്ക് പറഞ്ഞു തരുന്നു. ഹുസൂർ തിബ്നസിൻ്റെ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചലിക്കുകയാണെങ്കിൽ നിങ്ങളും അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്നവരായി മാറുന്നതാണ്, യഥാർത്ഥ ഇബാദത്തുകൾ ചെയ്യുന്നവരായി മാറുന്നതാണ്. ഹദ്റത്ത് മസീഹ് ഇസ്ലാം പറയുകയുണ്ടായി, ഇത് പണ്ഡിതന്മാരുടെ ജോലിയല്ല, ഇത് മൗലവിമാരുടെ പണിയല്ല, ഇത് ഭരണാധികാരികളുടെ ജോലിയുമല്ല, ഇത് നബിൻ്റെ മാത്രം ജോലിയുമാണ്. ജനങ്ങളുടെ യഥാർത്ഥ ഇസ്ലാം ചെയ്യുക, പരിവർത്തനം നടത്തുക എന്നുള്ളത്. ഉദാഹരണം നൽകേണ്ട, ഭൂമിയുടെ അടിയിലും വെള്ളമുണ്ട്, പക്ഷേ ആകാശത്ത് നിന്ന് വരുന്ന ഒരു ശുദ്ധമായിട്ടുള്ള വെള്ളം, മഴവെള്ളം അതില്ലെങ്കിൽ ഭൂമിയുടെ അടിയിലുള്ള വെള്ളവും അത് മലിനമായി പോകുന്നതാണ്. അതുപോലെ തന്നെ അതായത് ആകാശത്ത് വരുന്ന പ്രവാചകൻ വന്നില്ലെങ്കിൽ ഭൂമിയിലുള്ള എല്ലാ നന്മകളും അത് നശിച്ചു പോകുന്നതാണെന്ന് ഉദാഹരണം നൽകുന്നു. മനുഷ്യൻ കാണാനുള്ള കഴിവുണ്ട്, പക്ഷെ കണ്ണുണ്ടായത് കൊണ്ട് തന്നെ പ്രകാശമില്ലെങ്കിൽ അവനക്ക് ഒരിക്കലും ഒന്നും കാണാൻ സാധ്യമല്ല. അതുപോലെ തന്നെ അള്ളാഹുവിനെ കാണുന്നതിൻ്റെ കാര്യം, ആകാശത്ത് നിന്ന് വരുന്ന ഒരു വെളിച്ചം അതില്ലെങ്കിൽ ഒരിക്കലും മനുഷ്യൻ ഭൗമികമായിട്ടുള്ള അവൻ്റെ കഴിവുകൾ കൊണ്ട് അവനക്കൊരിക്കലും അള്ളാഹുവിനെ കാണാൻ സാധ്യമല്ല. ഇതാണ് ആ ഒരു വിഷയം. ഹദ്റത്ത് മസീഹ് ഇസ്ലാം പറഞ്ഞു തന്നിട്ടുള്ള ഒരു ആത്മീയ വിഷയം അതാണ്. ഇപ്പം എൻ്റെ അപേക്ഷ ഇതാണ് ജമാഅത്തങ്ങളോട്, ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ഈ ഒരു ഗ്രന്ഥത്തെ തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കുക. ഹഖീഖത്തുൽ വഹി യഥാർത്ഥത്തിൽ എന്നുള്ളത് ഒരു ആത്മീയ സമുദ്രമാണ് ഈ ഗ്രന്ഥം. എത്രത്തോളം ഇതിൽ പരിശോധിക്കുന്നു നമുക്ക് മുത്തമണികൾ കിട്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ അടുത്ത ചോദ്യം അത്താ മുജിബുൽ സാഹിബിനോടാണ്. സയ്യിദന മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം ഒരു ആക്ഷേപ മോക്ഷത്തിന് തൗഹീദിൽ വിശ്വസിച്ചാൽ മാത്രം മതി, നുബുവത്തിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്ന ആക്ഷേപത്തിന് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് മറുപടിയാണ് നൽകിയത്? ജസാക്കുമുല്ലാ. അഹമ്മദ് കൗസർ സാഹിബ് ഇതിന് വിശദീകരണം പറഞ്ഞു. അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ചിട്ട്, അള്ളാഹുവിൻ്റെ തൗഹീദിനെ സംബന്ധിച്ച് അത് അമ്പിയാക്കളുടെ അസ്തിത്വത്തിൽ മുഖേനയാണ് അറിയാൻ സാധിക്കുന്നത്. യുക്തി കൊണ്ട് അള്ളാഹുവിനെ പ്രാപിക്കാൻ സാധ്യമല്ല. അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം പറയുകയുണ്ടായി, യുക്തിബോധമുള്ള മനുഷ്യന് ആ ലൗകികതയുടെ വിഷം ബാധിക്കാത്ത ആളുകൾ, അവർക്ക് മാത്രമേ ദൈവത്തെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം യുക്തി കൊണ്ട് ചിന്തിക്കുന്നവർക്ക് അവർക്ക് ഈ ലോകത്തിന്, ഈ പ്രപഞ്ചത്തിന് ഒരു ദൈവം ഉണ്ടാകാം എന്ന ഒരു തലത്തിൽ മാത്രമേ അവർക്കെത്താൻ പറ്റുള്ളൂ. എന്നാൽ വാസ്തവത്തിൽ അവനുണ്ട് എന്നുള്ളത് അത് നബിമാരല്ലാണ്ട് വേറെ ആർക്കും തന്നെ അവർ ഈ ഒരു തലത്തിലെത്തുന്നില്ല. അതുപോലെ തന്നെ ഒരു നബി നിയോഗിക്കപ്പെടുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു ആത്മീയതയുടെ പ്രസാരണം സംഭവിക്കുന്നു, അവരെ സ്വപ്നം കേൾക്കാൻ തുടങ്ങുന്നു, ചിലർക്ക് ഇൽഹാം ലഭിക്കുന്നു. ആ യുക്തികളും അത് വളരെ മൂർച്ചയുള്ളതായി തീരുന്നു. ആ നബിയുടെ അനുഗ്രഹം കൊണ്ടാണ് സംഭവിക്കുന്നത്. ആ യുക്തികൾ പിന്നീട് അവർ ചിന്തിക്കുന്നു, അവർ ആലോചിക്കുന്നു, ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ്, ഒരു ശില്പി ഉണ്ടാവേണ്ടതാണ് എന്ന്. അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം പറയുകയുണ്ടായി, ഈ ഒരു തലത്തിലേക്ക് മാത്രമേ യുക്തി കൊണ്ടെത്തിക്കുന്നുള്ളൂ. വാസ്തവത്തിൽ അവരുണ്ട് എന്നുള്ള ഈ ഒരു സ്ഥാനം അത് നബിയല്ലാതെ
മറ്റാർക്കും നൽകാൻ സാധ്യമല്ല ഈ ഒരു സ്ഥാനം. ഹുസൂർ പറയുന്നു, അള്ളാഹു ആഗ്രഹിക്കുന്നു, അവൻ്റെ അസ്തിത്വത്തെ തിരിച്ചറിയപ്പെടാനാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്, അവൻ്റെ തൗഹീദ് തിരിച്ചറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ തൻ്റെ നബിയെ നിയോഗിക്കുന്നത്. ആ നിയോഗത്തിലൂടെയാണ് അവൻ തൻ്റെ അസ്തിത്വത്തെ കുറിച്ച് വെളിപ്പെടുത്തുന്നത്. അമ്പ്യാക്കൾ മാത്രമാണ് അവൻ്റെ പ്രതീകം, അവൻ്റെ ഗുണങ്ങളുടെ പ്രതീകം പ്രവാചകന്മാർ മാത്രമാണ്. അള്ളാഹുവിൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത് സൂക്ഷ്മമായ അസ്തിത്വമാണ്. അത് ഗൈബിൻ്റെ പർദ്ദകളിലാണ്. അത് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന അസ്തിത്വം എന്ന് പറയുന്നത് അമ്പ്യാക്കളാണ്. ഇത് വിശദീകരിച്ച് പറയുന്ന ഒരു കാര്യമാണ്. പലരുടെയും ചിന്തയിൽ ഇങ്ങനെ ഇതിനെ സംബന്ധിച്ച് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. മുസ്ലിം സ്വലാത്തു വസ്സലാമിനെ സംബന്ധമെന്ന് പറഞ്ഞു ചില അവിവേകികൾക്ക് ചില സംശയങ്ങളുണ്ട്. അതായത് മോക്ഷത്തിന് തൗഹീദ് മാത്രം മതി എന്ന്, നബിയിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. വാസ്തവത്തിൽ അവർ റൂഹിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ചിന്തിക്കുന്നവർ റൂഹിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇത് വാസ്തവത്തിൽ ഹൃദയശൂന്യതയുടെ ചോദ്യമാണ്. വാസ്തവത്തിൽ തൗഹീദിനെ കുറിച്ച് സ്ഥാപിക്കപ്പെടുന്നത് തന്നെ നബി മുഖേനയാണ്. ഇത് നബിയിൽ വിശ്വസിക്കാതെ അതൊരിക്കലും തന്നെ സാധ്യമല്ല തൗഹീദ്, യഥാർത്ഥ തൗഹീദ്. അതായത് അതുകൊണ്ട് നബിയുടെ അസ്തിത്വം കൂടാതെ തൗഹീദ് സാധ്യമേയല്ല, തൗഹീദിൽ വിശ്വസിക്കാൻ സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് നബിയിൽ വിശ്വസിക്കാതിരിക്കുക? അതെ, തൗഹീദിൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അത് മുസ്ലിം സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി. എങ്ങനെയാണ് നബിയിലൂടെ നമുക്ക് തൗഹീദ് മനസ്സിലാക്കുന്നത്? അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നബിയുടെ അസ്തിത്വം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മുഹബത്തിൻ്റെ, അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെ ഉന്നത പദവിയിലാണ് അതുണ്ടാവുന്നത്. അള്ളാഹു നൽകുന്ന ആ പ്രകാശം, അവൻ ആ പ്രകാശം മുഖേന മനുഷ്യനും ആ ഒരു തലത്തിലെത്താൻ അവൻ ആഗ്രഹിക്കുന്നു. ജനങ്ങൾക്കും അള്ളാഹുവിനെ കുറിച്ചുള്ള, അള്ളാഹുവിൻ്റെ തൗഹീദിനെ കുറിച്ചുള്ള വിവരം ലഭിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു ജനങ്ങൾ ഈ ഒരു തൗഹീദിൻ്റെ ഈ ഒരു തലത്തിലെത്താൻ വേണ്ടിയിട്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, മുസ്ലിം സ്വലാത്തു വസ്സലാം എന്ന് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു, ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകുനു മിനൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ ഇതായിരുന്നു. അതായത് നീ സ്വന്തം ജീവനെ അപകടത്തിൽപ്പെടുത്തുമോ? അതായത് ഇവരെന്തുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്ന കാരണത്താൽ, ഈ വിലാപം കാരണം, ഈ ദുആ കാരണമാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ഖുദ്സിയ കാരണമാണ് അള്ളാഹുവിൻ്റെ തൗഹീദിനെ കുറിച്ച് വിവരം ലഭിക്കുന്നത്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. അള്ളാഹുവിൻ്റെ തൗഹീദ് വിശ്വസിച്ചുകൊണ്ട് പ്രവാചകനെ വിശ്വസിക്കേണ്ട എന്ന് പറയുകയാണെങ്കിൽ അത് ഒരിക്കലും ശരിയല്ല. അതായത് തൗഹീദ് അമ്പിയാക്കളെ വിശ്വസിക്കാതെ ഒരിക്കലും തൗഹീദിനെ പ്രാപിക്കാനേ നമുക്ക് സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ ചില ആൾക്കാർ പറയുന്നുണ്ട്, നബി തിരുമേനിയിൽ പോലും വിശ്വസിക്കേണ്ടെന്ന് പറയുന്നവരുണ്ട്. ഹുസൂർ പറയുന്നു, ഇതൊരിക്കലും സാധ്യമല്ല. മോക്ഷത്തിൻ്റെ അടിസ്ഥാനം തന്നെ രണ്ട് കാര്യങ്ങൾ. ഒന്ന് അള്ളാഹുവിലുള്ള പൂർണ്ണ വിശ്വാസം, രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ അസ്തിത്വയുടെ പൂർണ്ണ സ്നേഹം. അതെങ്ങനെയുള്ള സ്നേഹം എന്ന് വെച്ചാൽ, അങ്ങനെ അള്ളാഹുവിനെ അനുസരിക്കുമെന്ന് വെച്ചാൽ അവൻ്റെ ഹൃദയത്തിൻ്റെ ശാന്തിയായിത്തീരും. രണ്ടാമത്തത് അമ്പിയാക്കളെ അനുസരിക്കുക എന്നുള്ളതാണ്. ഇത് അമ്പിയാക്കളെ അനുസരിക്കാതെ സാധ്യമല്ല. അതുകൊണ്ട് തൗഹീദിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, നബിയിൽ വിശ്വസിക്കുന്നതിൻ്റെ ഫലമായിട്ട് മാത്രമേ യഥാർത്ഥ തൗഹീദിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ, യഥാർത്ഥ തൗഹീദ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അമ്പിയാക്കളിൽ വിശ്വസിക്കാതെ തൗഹീദിൽ വിശ്വസിച്ചാൽ നമുക്ക് മോക്ഷം ലഭിക്കുമെന്ന് പറയുന്നത് ഒരു തരത്തിലും ശരിയല്ല. മോക്ഷത്തിന് അമ്പിയാക്കൾ വിശ്വസിക്കുക എന്നുള്ളത് അങ്ങേയറ്റം ആവശ്യമാണ്. അപ്പോൾ അതിലൂടെയാണ് നമുക്ക് തൗഹീദ് ലഭിക്കുന്നത്. അങ്ങനെയാണ് മോക്ഷത്തിന് കവാടം തുറക്കപ്പെടുന്നത്. ജസാക്കുമുല്ലാഹ് ഹസനുൽ ജസാ. പ്രേക്ഷകരെ, ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് പര്യവസാനം കുറിക്കുകയാണ്. ഇതിൻ്റെ അവസാനം ഞാൻ മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ഉദ്ധരണി ഞാൻ പറയുന്നതാണ്. അത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ശത്രുക്കളെ എല്ലാ തരത്തിലുള്ള എതിർപ്പും കാണിച്ചു, എന്നാൽ അള്ളാഹു പുരോഗതി നൽകി. ഇത് സത്യത്തിനുള്ള തെളിവാണ്.
അത് ആളുകൾ അത്ര തന്നെ എതിർത്താലും സത്യം പ്രചരിക്കുന്നത്. നമുക്കെതിരെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യപ്പെട്ടത്, എന്നാൽ അവർക്ക് അവസാനം പരാജയമാണ് രുചിക്കേണ്ടി പോകുന്നത്. ഇത് അള്ളാഹുവിൻ്റെ അടയാളമാണ്. മൽഫൂസാത്ത് വാള്യം 4 164. ഇതോടുകൂടി പ്രേക്ഷകരെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ ഇതേ വിഷയത്തെ തുടർന്നുകൊണ്ട് നമ്മൾ വിഷയം അവതരിപ്പിക്കുന്നതാണ്. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. लो तुम्हें तौर तसल्ली का बताया हमने, आओ लोगों के यही नूर खुदा पाओगे। लो तुम्हें तौर तसल्ली का बताया